ഞാനിപ്പോ എവിടെയാണ് നിൽക്കുന്നത് അറിയോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഏതോ കൊടുങ്കാട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ പാലക്കാടിന്റെ നഗര ഹൃദയത്തിലാണ് യഥാർത്ഥത്തിൽ ഞാൻ നിൽക്കുന്നത്. ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം. ഇത് പാലക്കാട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേഡിയമാണ്. ഒരു കാലത്ത് കായിക പ്രേമികളുടെ ആശ്രയ കേന്ദ്രമായി. എന്നാൽ ഇന്ന് ഇതിന്റെ സ്ഥിതി നമുക്കൊന്ന് കാണാം. ഈ കാണുന്നത് സ്റ്റേഡിയത്തിന്റെ ഒത്ത നടുക്കുള്ള ഒരു സ്ഥലമാണ്. പാലക്കാട് നഗരത്തിൽ പെയ്യുന്ന മുഴുവൻ മഴവെള്ളവും ഇവിടെ സംഭരിക്കപ്പെടുന്നതാണ് ഇതിന്റെ പ്രദേശവാസികളൊക്കെ പറയുന്നത്. കുറച്ചായി മഴ പെയ്താൽ ഈ സ്റ്റേഡിയം നിറഞ്ഞു കഴിഞ്ഞൊരു വെള്ളപ്പൊക്ക സമാനമായ സ്ഥിതിയാണ് ഉണ്ടാവാറ്. ദേ ഈ കാണുന്നൊക്കെ ഉണ്ടല്ലോ, പേടിയാവുന്നുണ്ട്. നല്ല പാമ്പോ എന്ത് വേണമെങ്കിലും ഉണ്ടാവും. ഇതൊക്കെ കാണികൾക്ക് കളികൾ നടക്കുന്ന സമയത്ത് ഇരുന്ന് കാണാനൊക്കെ ഉണ്ടാക്കിയുള്ള സ്റ്റെപ്പുകളാണ്. പക്ഷേ ഇതൊക്കെ കാട് മൂടി അവിടെ അടുക്കാൻ പോലും പറ്റുന്നില്ല. അപ്പം എല്ലായിടത്തും എന്ന പോലെ സ്വാഭാവികമായിട്ടും സാമൂഹ്യ വിരുദ്ധർക്ക് ഏറ്റവും നല്ലൊരു സ്പേസ് ആയിട്ട് മാറിയിരുന്നു. കാണാമല്ലോ. ഏറ്റവും പ്രധാനമായും മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്തമാണ് സ്റ്റേഡിയത്തിന്റെ നവീകരണവും അതിന്റെ മെയിൻ്റനൻസും. വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കഴിഞ്ഞ തവണ ഇവിടുത്തെ ജനങ്ങൾ BJPയെ അധികാരം ഏൽപ്പിച്ചത്. വലിയ വാഗ്ദാനങ്ങളൊക്കെ അവർ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ നമ്മൾ കണ്ടല്ലോ. മുനിസിപ്പാലിറ്റി അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റുന്നില്ലെങ്കിൽ അതിൽ ഇടപെടേണ്ട ചുമതല സ്ഥലം MLAക്കാണ്. എന്നാൽ സ്റ്റേഡിയത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് ഷാഫി പറമ്പിൽ ചെറുവിരൽ അനക്കിയില്ല. മന്ത്രി MB രാജേഷ് സ്പീക്കറായിരുന്ന സമയത്ത് സ്റ്റേഡിയം നവീകരണം ചർച്ച ചെയ്യാനായി വിളിച്ചു ചേർത്ത യോഗം പോലും ബഹിഷ്കരിച്ചയാളാണ് പാലക്കാടിനെ ഉപേക്ഷിച്ചു പോയ ഷാഫി പറമ്പിൽ. സംസ്ഥാന കായികമേളയിൽ ഉൾപ്പെടെ നിരവധി പ്രതിഭകളെ സംഭാവന ചെയ്ത മണ്ണാണ് പാലക്കാടിന്റെ. പരിശീലനത്തിനും മറ്റാവശ്യങ്ങൾക്കും മികച്ച സൗകര്യങ്ങൾ ഒരുക്കാനായാൽ ഇന്റർനാഷണൽ നിലവാരത്തിലേക്ക് നമ്മുടെ കുട്ടികളെ ഉയർത്താൻ സാധിക്കും. ഇത് സ്റ്റേഡിയം ആണെന്ന് പറഞ്ഞറിയിക്കാൻ എന്തായാലും കഴിയില്ല. വന്ന് കണ്ടാലും അത് മനസ്സിലാവില്ല. പിന്നെ പേരിൽ ഒരു സ്റ്റേഡിയമായിട്ട് നിൽക്കുക. യുവാക്കൾക്ക് ഏറ്റവും ഉപകാരപ്രദമാവുന്ന, കായിക പ്രേമികൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഇതുപോലൊരു സംവിധാനം ഈ രൂപത്തിൽ അലങ്കോലപ്പെടുത്തുന്നതിന് എന്താണെങ്കിലും അവർ സമ്മതിച്ചേ പറ്റും. ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയായിട്ടുണ്ട് ഇതിനോടകം തന്നെ. സ്വാഭാവികമായിട്ടും വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ഇതെല്ലാം ആളുകളുടെ മനസ്സിൽ എന്തായാലും ഉണ്ടാവും.